ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സൺഡേ വ്ളോഗ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാവിലെ 6 മണിക്കുള്ള അലാറം അടിച്ചടിച്ച് അതിൻ്റെ ഊപ്പാട് വന്നിട്ട് മിണ്ടാതിരിപ്പ് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ എഴുന്നേറ്റത്. 8 മണിയായി. രാവിലെ തന്നെ നല്ല ഒരു വെയിലുള്ളൊരു കാലാവസ്ഥയാണ്. അപ്പോൾ എനിക്കിന്ന് 2-3 യൂണിഫോമൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നേരത്തെ എഴുന്നേക്കാമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് പോകുന്ന വഴി വാതിലിൽ ഒരു പച്ചവെട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനർത്ഥം ഇന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടുമെന്ന്. കാരണം ഈ യൂണിഫോമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് തയ്യൽക്കൂലിയായിട്ട് കിട്ടണ്ടേ, അല്ലാതെ ജോലി ചെയ്യാതെ ആരും പൈസയൊന്നും കൊണ്ട് തരില്ലല്ലോ. അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അടുക്കളയിൽ ആകെപ്പാടെ പാത്രങ്ങളെല്ലാം വാരി വലിച്ചിട്ടേക്കുന്നു. കാരണം ഇന്നലെ രാത്രി വെള്ളമില്ലായിരുന്നു, പാത്രം കഴുകുന്ന സോപ്പും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെള്ളം വന്നു എന്നൊക്കെ ചെക്ക് ചെയ്ത്, ഇപ്പം വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. കിടന്നുറങ്ങിയ കാരണം കുറച്ച് വെള്ളമേ ടാങ്കിൽ വീണിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുറത്തേക്ക് പോകുമായിരിക്കും ചെയ്തത്. അങ്ങനെ ഞാൻ തിരിച്ച് മുഖമൊക്കെ കഴുകി അകത്ത് കയറി കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞുമ്പത പാലൊക്കെ എടുത്തുകൊണ്ട് വന്ന് തന്നു. അങ്ങനെ അതൊക്കെ ഉള്ളിൽ കൊണ്ടുവച്ചിട്ട് ഞാൻ വന്ന് നമ്മുടെ യൂണിഫോമിൻ്റെ പരിപാടിയൊക്കെ നോക്കി. ഇതൊക്കെ ഇന്നലെ തന്നെ ഞാൻ കടയിൽ കൊടുത്തിട്ട് ഓവർലോക്കൊക്കെ ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കൊതുകൊക്കെ ഇരുന്ന് കടിക്കുന്നുണ്ട്. അപ്പോൾ യൂണിഫോമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാൻ ബട്ടൺ ഹോളൊക്കെ വെച്ചു മാറ്റി വെച്ചു. അപ്പോൾ സോപ്പ് വാങ്ങിച്ചുകൊണ്ട് തന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ കഴുകി അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും ഇന്നലത്തെ മീൻകറിയും ആയിരുന്നു. അപ്പോൾ ഞാൻ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചായ ഇട്ടു. അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ അപ്പമൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പമൊക്കെ ഒരു സൈഡിൽ കൂടെ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ പുറത്തെ ഒരു കാഴ്ച കണ്ടത്. ഒരു പ്രതിമയെ കണക്കിരിക്കുന്നുണ്ട്. എന്തൊരു പ്രതിമ? ക്യൂട്ടി പ്രതിമ, പൂച്ച. അപ്പോൾ അപ്പം വെന്തിട്ടുണ്ട്. ഞാൻ എടുക്കാനായിട്ട് വന്നപ്പോൾ അപ്പത്തിന് ചട്ടി ഇളകി വരാൻ ഇച്ചിരി മടിയാണെന്ന് തോന്നുന്നു. അപ്പോൾ പുതിയ ചട്ടി എടുക്കാനുള്ള സമയമായി. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ബട്ടൺ ഹോളൊക്കെ വെച്ചത് ഒന്ന് തേച്ച് റെഡിയാക്കണമായിരുന്നു. അപ്പോൾ ആ യൂണിഫോമൊക്കെ ഞാനൊന്ന് തേച്ച് റെഡിയാക്കി മടക്കി എടുത്ത് അത് കൊടുത്തു വിടാനുള്ള കവറിലേക്ക് ആക്കി വെച്ചു. ഇക്കായാണ് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ അതൊക്കെ റെഡിയാക്കി പൊതിഞ്ഞു മാറ്റി വെച്ചു. ഇന്ന് വളവ് വെച്ച് കൊണ്ടുപോകാനുള്ള ഒരു യൂണിഫോം ഉണ്ടായിരുന്നു. അതിന് കോളറൊന്ന് റെഡിയാക്കണം. കോളർ വെക്കണം, ബട്ടൺ വെക്കണം. അപ്പോൾ ബട്ടണൊക്കെ വീട്ടിൽ ചെന്നിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ കോളറൊക്കെ പെട്ടെന്ന് തച്ചെടുത്തു ഇറങ്ങി. കാരണം ഇന്ന് എനിക്ക് ഇഞ്ചക്ഷൻ എടുക്കണം. ഇന്ന് പൂച്ച കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡോസ് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള ദിവസം എന്നാണ്. അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ എത്തി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിൽക്കുവാണ്. മിസിരിയായ അപ്പുറത്ത് കുഞ്ഞുമാടെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഇക്കാക്ക് വെള്ളാമ്പാറ ഒരു പണി നോക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് അടിപൊളി ഒരു മഴ കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആകാശമൊക്കെ നോക്കിയാൽ നല്ല നീല കളറിൽ മഴയൊന്നും പെയ്തിട്ടില്ലാത്തൊരു ഭാവത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഇനി എടുത്തു പറയേണ്ടുള്ളൊരു കാര്യം, നമ്മൾ കടയ്ക്ക് നിന്ന് നിലമേലോട്ട് പോകുമ്പോൾ ഉള്ള റോഡാണ്. അപ്പോൾ ഈ റോഡ് മൊത്തവും ഈ സൈഡ് ഓടയുടെ പണി വന്നപ്പോൾ എല്ലാം കുത്തി ഇളക്കി ഇട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെ നന്നായിട്ട് ആടിയും ചാടിയും ഒക്കെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പണിയൊക്കെ നോക്കിയിട്ട് തിരിച്ച് വളവ് വെച്ചോട്ട് പോവാണ്. അപ്പോൾ ഇന്ന് കുടുംബശ്രീയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി തിരിച്ചു വരുള്ളൂ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഒരു ചായക്കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ കയറി നല്ല ചൂടോടെ വട ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വടയൊക്കെ കഴിച്ചു. പിന്നെ ഒരു കോഫി കുടിച്ചു. അപ്പോൾ ഞാൻ വട മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് രാവിലത്തെ വർക്കിൻ്റെ ബാക്കി എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു. ബട്ടൺ ഹോൾ വയ്ക്കണം, ബട്ടണൊക്കെ വയ്ക്കണമായിരുന്നു. അങ്ങനെ ഞാൻ ആ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടിരുന്നു. അപ്പോൾ ഉമ്മ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അതൊക്കെ കഴിച്ചു. ഈ പരിപാടി ഞാൻ ഏതാണ്ട് ഒരു 4 മണി വരെ തുടർന്നുകൊണ്ട് പോയി. ഞാൻ 2 ബട്ടൺ ഹോൾ വയ്ക്കും, ഞാൻ എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കും. അങ്ങനെ പിന്നെ 4 മണിയൊക്കെ ആയപ്പോൾ കുടുംബശ്രീ നടത്താനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. നമ്മൾ വീട്ടിൻ്റെ മുകളിലാണ് കുടുംബശ്രീ നടത്തുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. 6 മണിക്ക് കുടുംബശ്രീയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് നിലമേലേക്ക് പോയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം.